ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പരിക്കുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു താരമാണ്. വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാലമൊന്നും ഫുട്ബോളിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല, തനിക്ക് പ്ലാനുകൾ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ നെയ്മർ ജൂനിയർ വ്യക്തമാക്കിയതാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നെയ്മർ ജൂനിയർ നടത്തിയിട്ടുണ്ട്. അതായത് ഈ വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടില്ല. വരുന്ന ഡിസംബർ മാസത്തോടു കൂടി ഒരുപക്ഷെ താൻ വിരമിച്ചേക്കാം എന്നുകൂടി നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റെഡ് ബുള്ളിന്റെ ഒരു പ്രോഗ്രാമിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിരുന്നു. ആ പ്രോഗ്രാമിനിടെ കസെ TV ഒഫീഷ്യലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് നെയ്മർ ജൂനിയർ വിരമിക്കലിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. നെയ്മർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി മുതൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കറിയില്ല, അടുത്ത വർഷത്തെക്കുറിച്ചും എനിക്കറിയില്ല, ചിലപ്പോൾ വരുന്ന ഡിസംബർ മാസത്തോടു കൂടി ഞാൻ ഫുട്ബോളിൽ നിന്നും വിരമിച്ചേക്കാം. ഇതാണ് നെയ്മർ ജൂനിയർ പുതിയതായിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് താൻ തീരുമാനിച്ചിട്ടില്ല, ഒരുപക്ഷെ വിരമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മർക്ക് സാന്റോസുമായി വരുന്ന ഡിസംബർ മാസം വരെയാണ് കരാർ അവശേഷിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് താൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വരുന്ന വേൾഡ് കപ്പാണ് നെയ്മർ ജൂനിയറുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുശേഷം ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും നെയ്മർ ജൂനിയർ പടിയിറങ്ങാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.